ഹലോ സ്റ്റുഡൻസ്, നാലാമത്തെ മൊഡ്യൂള് റിവിഷനാണ് പറയാൻ പോകുന്നത്. അതിൽ എന്താണ് മെഷീൻ ടൂൾസാണ്. മെഷീൻ ടൂൾസ് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ മെഷീൻ ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പവർ ടൂളാണ്. ഫിക്സഡ് ടൂൾ ഫോർ കട്ടിങ്, ഷേപ്പിംഗ് മെറ്റൽ, വുഡ് ഓർ അതർ മെറ്റീരിയൽ. മെറ്റലോ വുഡോ അല്ലെങ്കിൽ മറ്റൊക്കെ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റൊരു ഷേപ്പിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് മെഷീൻ ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏതെല്ലാം മെഷീൻ ടൂൾസ് ഉള്ളത്? ലെയ്ത്ത് മെഷീൻ, ഡ്രില്ലിങ്, ഷേപ്പിംഗ്, സ്ലോട്ടിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്. ഈ ഒരു വിവിധ തരത്തിലുള്ള മെഷീൻ ടൂൾസ് അവൈലബിൾ ആണ്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ലെയ്ത്താണ്. ആ ലെയ്ത്ത് മെഷീൻ എന്നാണ് ലെയ്ത്ത് മെഷീനാണ്. അപ്പോൾ ലെയ്ത്ത് മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് നിങ്ങളെ ആ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് പറയുന്നു, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 സെൻറ്ററുകൾക്കിടയിൽ വർക്ക് പീസിനെ വെക്കുന്നു. ഇതൊരു സെൻറ്ററാണ്, ഇത് വർക്ക് പീസാണ്. ആ വർക്ക് പീസിൻ്റെ ഇടയിൽ 2 സെൻറ്ററുകൾക്കിടയിൽ വർക്ക് പീസ് വെച്ചിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് അതാണ് ലെയ്ത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലെയ്ത്തിൻ്റെ ഓരോ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ലെയ്ത്ത് മെഷീൻ. ബാക്കി പാർട്ടുകളൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏതെല്ലാം ടൈപ്പ് ലെയ്ത്തുകളുണ്ട് നോക്കാം. ടൈപ്സ് ഓഫ് ലെയ്ത്ത് മെഷീൻ, ഏതെല്ലാം ടൈപ്പ് ലെയ്ത്തുകളുണ്ട്? സ്പീഡ് ലെയ്ത്ത്, എൻജിൻ ബെഞ്ച്, അങ്ങനെ കുറച്ച് ടൈപ്പുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിൻ്റെ ഓരോ ഓരോ ലെയ്ത്തിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് ഓരോ പാർട്ടിൽ ഈ 4ാമത്തെ മൊഡ്യൂളിൻ്റെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാം. പിന്നെ ലെയ്ത്തിൽ ചെയ്യുന്ന വിവിധ ഓപ്പറേഷനുകളാണ് ഉള്ളത്. സ്ട്രെയിറ്റ് ടേണിങ്, ടാപ്പർ, പ്രൊഫൈലിങ്, ടേണിങ്, കുറച്ച് പ്രോസസ്സുകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോസസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ടേണിങ് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ടേണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു വർക്ക് പീസിൻ്റെ ഡയമീറ്റർ കുറക്കുക. ഡയമീറ്റർ കുറക്കുന്നതിനാണ് നമ്മൾ ടേണിങ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രൈറ്റ് ടേണിങ് എന്നും, ടാപ്പർ രൂപത്തിലാണ് അതിനെ ടേൺ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ടാപ്പർ ടേണിങ് എന്ന് വിളിക്കുന്നു. ആക്ച്വലി ഡയമീറ്റർ കുറക്കുന്നതിനാണ്. ആദ്യം ഇത്ര ഡയമീറ്റർ ഉണ്ടായിരുന്നു അല്ലേ? ആദ്യം ഇവിടെ വരെ ഉണ്ടായിരുന്നു ഡയമീറ്റർ. പിന്നെ ഡയമീറ്റർ ഇവിടെ കുറച്ചു. ഇവിടെ ഇതിൻ്റെ ചുറ്റും മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എന്തായി മാറി? ഡയമീറ്റർ കുറഞ്ഞു. ഒരു സ്റ്റെപ്പ് ഇവിടെ അങ്ങനെ വന്നു. ഓക്കെ. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രൈറ്റ് ടേണിംഗ് എന്നും, ടാപ്പറാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ടാപ്പർ ടേണിംഗ് എന്ന് വിളിക്കും. പിന്നെ പ്രൊഫൈലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ബോള് ഒക്കെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഗ്രൂവ് കട്ട് ചെയ്തെടുക്കുന്ന ഗ്രൂവ് കട്ടിങ് എന്ന് വിളിക്കുക. പിന്നെ ഫേസിങ് പറഞ്ഞാലോ, ഫേസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റലിൻ്റെ ലെങ്ത്ത് കുറക്കുക എന്നുള്ളതാണ്. ഇവിടെ ലെങ്ത്ത് ഇങ്ങനെ കുറക്കുകയാണ്. ഇവിടെ ആദ്യം ഇത്ര ഉണ്ടായിരുന്നു ലെങ്ത്ത്, പിന്നെ അതിനെന്ത് ചെയ്തു? കട്ട് ചെയ്ത് ചെറുതാക്കി ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കും. അവസാനം നമുക്ക് കിട്ടൽ ഇത്ര അല്പമുള്ള ഒരു പീസായിരിക്കും. അങ്ങനെ ഇത്രയും ലെങ്ത്ത് കുറച്ചു ആണ് ഫേസിങ് എന്ന് വിളിക്കുക. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോള് ഉണ്ടാക്കുന്നതാണ്. ത്രെഡിങ് എന്ന് പറഞ്ഞാലോ ത്രെഡ് കട്ട് ചെയ്യുക. നേളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നേളിങ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ഗ്രിപ്പ് ഉണ്ടാക്കുക. ഇതേപോലെ ചെറിയൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ നേളിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടാപ്പർ ടേണിങ് മെത്തേഡ്. ടാപ്പർ അടിക്കുക, ഒരു മെറ്റൽ പീസുമേൽ ടാപ്പർ കൊടുക്കുന്നതിനാണ് ടാപ്പർ ടേണിങ് എന്ന് വിളിക്കുക. അത് വിവിധ തരത്തിലുണ്ട്. ഫോം ടൂൾ മെത്തേഡ്,
ഫോം ടൂൾ മെത്തേഡ്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്, കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്, ടാപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് മെത്തേഡ്. ഇങ്ങനെ 4 ടൈപ്പാണ് ടാപ്പർ കൊടുക്കാനുള്ള മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ടാപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് വീഡിയോ ആ പാർട്ടിലുണ്ട്. ഇത് വാച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ ത്രെഡ് കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ത്രെഡ് കട്ടിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നതിനുള്ള സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അന്ന് നോക്കാം. അതുപോലെ NC ആൻഡ് CNC മെഷീൻ. NC മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനാണ്. പിന്നെ ഇതേപോലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള മെഷീനുകൾക്കാണ് NC മെഷീൻ എന്ന് പറയുക. അപ്പോൾ ആ NC മെഷീനിൽ ഒരു പഞ്ച് ടാപ്പ് ഉണ്ട്. ആ ടാപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? പ്രോഗ്രാം പഞ്ച് ചെയ്ത് വെക്കാനാണ് ബ്രെയിലി വെക്കല്ലേ, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കോഡ് ലാംഗ്വേജാണ്. ആ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആ ടാപ്പിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അത് പറയുന്നത് എളുപ്പം. എന്നിട്ട് അത് റീഡ് ചെയ്തിട്ട്, ആ ടാപ്പ് റീഡ് ചെയ്തിട്ട് ഇവിടെയുള്ള മെഷീൻ എന്ത് ചെയ്യും? അതുപോലെ വർക്ക് ചെയ്യും. അതാണ് NC മെഷീൻ. സാധാരണ ലെയ്ത്തിലൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു ഓപ്പറേറ്റർ വേണം. ഓപ്പറേറ്റർ ഫുൾ ടൈം വേണം. ഫുൾ ടൈം അതിൻ്റെ വർക്ക് മാറ്റാനും മറിച്ച് കൊടുക്കാനും അളന്ന് വെക്കാനും ഒക്കെ. പക്ഷെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ടാപ്പ് ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ടാപ്പിലെ കോഡ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് നമുക്ക് കിട്ടും. ഇനി അപ്പോൾ അതും കൺവെൻഷനൽ സാധാരണ ഒരു ലെയ്ത്തും NC മെഷീനും തമ്മിലുള്ള അതിൻ്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വായിച്ച് നോക്കണം കേട്ടോ. പിന്നെ CNC മെഷീനാണ്. CNC എന്ന് പറയുമ്പോൾ എന്താണ്? CNC മെഷീൻ എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളാണ്. നേരത്തെ പഞ്ചിഡ് ടാപ്പിലായിരുന്നു നമ്മൾ കോഡ് കൊത്തി വെച്ചത്, അത് പണ്ടത്തത്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രചാരണത്തിലായതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഇഷ്ടംപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൺവെൻഷനിലും CNC തമ്മിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അതേപോലെ NC മെഷീനും CNC മെഷീനും തമ്മിലുള്ള കമ്പാരിസണും കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റമാണ്. ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മെഷീനുകളും തമ്മിൽ ഇൻ്റർ കണക്റ്റ് ചെയ്തിട്ട് വർക്ക് പീസിനെ ഓപ്പറേറ്റർമാരൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് പീസ് ഇങ്ങനെ ഒരു ഫാക്ടറിയിലൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് എല്ലാ വർക്കും ചെയ്ത് നമുക്ക് പുറത്തോട്ട് ഔട്ട്പുട്ട് കിട്ടും. ഒരു തരത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് സിസ്റ്റമാണ് ഇത് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. അത് വിശദമായിട്ട് ഞങ്ങളതിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ആണ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3D പ്രിൻറ്റിംഗ് ആണ്. 3D പ്രിൻറ്റിംഗ് ഒരു ലേസർ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ്, ലേസർ ഒരു ലിക്വിഡിലോട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കും. എന്നിട്ട് ആ ലേസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ചിട്ട് ലേസർ രശ്മികൾ പതിക്കുന്ന രൂപത്തിലുള്ള ഒരു ഷേപ്പ് നമുക്ക് ഒരു ലിക്വിഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെഷീനുകളുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ, ബെഞ്ച് ഡ്രില്ലിംഗ്, റേഡിയൽ, പിന്നെ അങ്ങനെ കുറേ ഡ്രില്ലിംഗ് മെഷീനുകളുണ്ട്. ഡ്രില്ലിംഗ് ഓരോ വർക്ക് ചെയ്യാനുള്ള ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഡ്രില്ല് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഡ്രില്ലിങ്ങിന് വിവിധ തരത്തിലുണ്ട്. ഡ്രില്ലിംഗ്, റീമിംഗ്, ബോറിംഗ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിങ്, ടാപ്പിംഗ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്തെടുക്കുക, ഒരു പാർട്ടിൽ ഹോൾ ഉണ്ടാക്കുന്നതിന് ഡ്രില്ലിംഗ് എന്ന് വിളിക്കാം. റീമിംഗ് എന്ന് പറഞ്ഞാലോ? റീമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർഫസ്, ആ ഹോളിൻ്റെ സർഫസ് ഒന്നും ഒരു നീറ്റ്നെസ് ഇല്ല, സ്മൂത്ത് ഇല്ല.
അപ്പോൾ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു റീമിങ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്മൂത്ത് ആക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ചെയ്ത ഹോളാക്കിയ ഡ്രില്ല് ചെയ്ത ഹോള് അതിനെ ഒന്ന് ഫിനിഷ് ആക്കുന്നതാണ് റീമിങ്. പിന്നെ ഓൾറെഡി ഉള്ള ഹോള്, ഇതാണ് ഓൾറെഡി ഉള്ള ഹോള്. ആ ഹോള് ഇവിടെ ഇങ്ങനെയായിരുന്നു ഓൾറെഡി ഹോൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ സൈസ് ആ ഒരു എൻഡിലെ സൈസ് ഒന്നും കൂടി ഡയമീറ്റർ കൂട്ടി. അതിനെ വിളിക്കുന്ന പേരാണ് ബോറിങ്. പിന്നെ ഇതേപോലെ ഇങ്ങനത്തെ ഒരു കട്ടിങ്, ഇങ്ങനത്തെ ക്ഷമിക്കണം, ഇത് ഒരു സൈഡ് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് വലിയ ചെറിയ ഹോളിനെ വലിയ ഹോളാക്കി മാറ്റുന്നതിനാണ് ബോറിങ് എന്ന് വിളിക്കുക. കൗണ്ടർ ബോറിങ് എന്ന് പറഞ്ഞാലോ, കൗണ്ടർ ബോറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻഡ് മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് കൗണ്ടർ ബോറിങ് എന്ന് വിളിക്കുക. പിന്നെ കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കോണിക്കൽ ഷേപ്പ് ഒരു എൻഡിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു സ്ക്രൂ നെട്ടൊക്കെ ഇതിൽ ഇറങ്ങി നിൽക്കാനാണ്. പിന്നെ സ്പോട്ട് ഫേസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഷേപ്പ് പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കുന്നതാണ് സ്പോട്ട് ഫേസിങ്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളിൻ്റെ ഉള്ളിൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിനാണ് ടാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഷേപ്പർ മെഷീനാണ്. ഷേപ്പർ മെഷീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഷേപ്പർ മെഷീനിൽ ടൂളാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. വർക്ക് പീസ് സ്റ്റേഷനറിയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മുന്നോട്ട് പോകുമ്പോൾ പതുക്കെ പോകുന്നു, ബാക്കോട്ട് വരുമ്പോൾ സ്ലോ ആയിട്ടാണ് വരിക. കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഷേപ്പറിൽ ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ക്രാങ്ക്, വിറ്റ് വർത്ത്, ഹൈഡ്രോളിക്, ഇതൊക്കെ ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസമാണ്. ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം എന്തിനാണ്? ഫോർവേഡിലോട്ട്, അതായത് കട്ട് എടുക്കുമ്പോൾ പതുക്കെ പോവുള്ളൂ, അത് തിരിച്ചു വരുമ്പോൾ സ്പീഡിൽ വരും, സമയം ലാഭിക്കാൻ വേണ്ടി. അതിന് വേണ്ടി കൊടുക്കുന്ന മെക്കാനിസമാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. അതിൽ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെക്കാനിസമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയിനർ മെഷീനാണ്. പ്ലെയിനർ മെഷീൻ എന്ന് പറയുമ്പോൾ ഷേപ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വർക്കാണ് ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യുക. ടൂള് അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് ഇങ്ങനെ 4 ഭാഗത്തും ടൂൾ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. വർക്ക് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, റെസിപ്രോക്കേറ്റ് ചെയ്യും. അതേപോലെ സ്ലോട്ടിങ് മെഷീന്, മില്ലിങ് മെഷീന് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഗ്രൈൻഡിങ് മെഷീൻസ്. ഗ്രൈൻഡിങ് മെഷീൻ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിവിധ തരത്തിലുള്ള ഗ്രൈൻഡിങ് മെഷീനുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സെൻറ്റർലെസ് ഗ്രൈൻഡർ. സെൻറ്റർലെസ് ഗ്രൈൻഡറിൽ 2 ഗ്രൈൻഡിങ് വീലിൻ്റെ അടുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് ഗ്രൈൻഡിങ് വീലുണ്ട്. 2 ഗ്രൈൻഡിങ് വീലിൻ്റെ ഇടയിൽ ഒരു വർക്ക് പീസ് വെക്കുന്നു. ആ വർക്ക് പീസ് ജസ്റ്റ് എവിടെയും ഫിക്സ് ചെയ്ത് എവിടെയും ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഫ്ലോട്ടിങ് കണ്ടീഷനിലാണ് വെക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ വർക്ക് പീസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഫ്ലോട്ടിങ് കണ്ടീഷൻ ബിറ്റ്വീൻ ഗ്രൈൻഡിങ് വീൽ, സോ ഇറ്റ് ഈസ് കോൾഡ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. വർക്ക് പീസ് ഈ 2 ഗ്രൈൻഡിങ് വീലുകൾക്കിടയിൽ വെക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുകയുള്ളൂ. എന്നിട്ട് ഗ്രൈൻഡിങ് വീൽ കറങ്ങുമ്പോൾ ആ വർക്ക് പീസ് ഇങ്ങനെ കറങ്ങിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകുന്നു. അതാണ് സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. ഡിഫറെൻ്റ് തരത്തിലുള്ള ഗ്രൈൻഡിങ് വീലുകളെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 4ാമത്തെ മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അതുപോലെ 2 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഓരോ ടേമുകളും, എന്താണ് ടേണിങ്, എന്താണ് ഫേസിങ്, ടാപ്പ് റിട്ടേൺ, മറ്റേ ഇതെല്ലാം മെത്തേഡുകളുണ്ട്, ടാപ്പ് റിട്ടേൺ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 മാർക്കും ചോദിക്കാം. അതേപോലെ ഡിഫറെൻ്റ് ടൈപ്പ് ലെയ്ത്തുകൾ,
ടൈപ്സ് ഓഫ് ലേത്ത് മെഷീന്, അതുപോലെ ഏതൊക്കെയെല്ലാം ടൈപ്പ് ഓപ്പറേഷൻസ്, ലേത്ത് ഓപ്പറേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ 6 മാർക്കിന് ചോദിക്കാം. അതുപോലെ NC മെഷീന്, CNC മെഷീൻ തമ്മിലുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അത് തമ്മിലുള്ള കമ്പാരിസണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 6 മാർക്കിന് ചോദിക്കാം. പിന്നെ 9 മാർക്കിന് ചോദിക്കുന്ന ടാപ്പ് റിട്ടേണിങ്ങിൻ്റെ മെത്തേഡുകൾ, അതേപോലെ ഓരോ മെഷീനുകളെ കുറിച്ചിട്ട് NC മെഷീൻ, CNC മെഷീൻ, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഒക്കെ 9 മാർക്കിന് ചോദിക്കാം. വിത്ത് ഫിഗർ വരച്ചിട്ട് വേണം എക്സാം എഴുതുന്നതിന്. ഓക്കെ, താങ്ക് യു.